ഹലോ, വെൽക്കം ടു ഓണം വ്ലോഗ്. രാവിലെ ആദ്യം തന്നെ നമ്മൾ പൂക്കൾ ഇട്ട് തുടങ്ങിയിട്ടോ. നമ്മൾ വിചാരിച്ചു ആദ്യം ആ പണി അങ്ങ് തീർക്കാം, എന്നിട്ട് ബാക്കിയുള്ള പണികൾ തുടങ്ങാമെന്ന്. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും കുളിച്ച് ഫ്രഷായി നമ്മളുടെ ഓണക്കോടി ഇട്ടിട്ട് റെഡിയായി. പിന്നെ നമ്മൾ പൂക്കളൊന്ന് വൈബാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂക്കളത്തിൻ്റെ സൈഡിൽ തന്നെ വിളക്കും കത്തിച്ചു വെച്ചു. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പഴം പുഴുങ്ങിയതും പിന്നെ ചിപ്സും. നമ്മൾ വിചാരിച്ചു രാവിലെ കുറച്ച് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നല്ലോണം സദ്യ അങ്ങ് തട്ടിവിടാമെന്ന്. ഇതൊരു ചെറിയ സെലിബ്രേഷൻ ആട്ടോ, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പൂക്കളം ഇടുന്നു, ഓണക്കോടി ഇടുന്നു, അത് കഴിഞ്ഞ് നല്ലൊരു സദ്യ. അതാണ് ഇന്നത്തെ പ്ലാന്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാമെന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചൊരു റെസ്റ്റ് എടുത്തു. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്കുള്ള സദ്യ നമ്മൾ പുറത്തുനിന്നാട്ടോ മേടിച്ചത്. ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ പകരം നമുക്ക് മേടിക്കാമെന്ന്. എന്നാൽ സദ്യേൻ്റെ കറികളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നമ്മളൊക്കെ ഒരു സൈഡാവും. അപ്പം നമ്മൾ ഇപ്രാവശ്യം വിചാരിച്ചു അത്ര വലിയ പണിയൊന്നും ഇപ്രാവശ്യം എടുക്കണ്ട, നമുക്ക് സുഖമായിട്ട് സ്ലോ ആയിട്ട് നമ്മൾ ഓണം കൊണ്ടുപോകാമെന്ന്. അപ്പം നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. ഓണായിട്ട് വീട്ടിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ പപ്പടവും കാച്ചി, അത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടാക്കി. ആദ്യം നമ്മൾ നമുക്ക് വേണ്ടി വിളമ്പുന്നതിന് മുന്നേ നമ്മൾ വിളക്കിൻ്റെ അവിടെ ഒരു ഇല വെച്ചിട്ട് എല്ലാം വിളമ്പും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉള്ള ഫുഡ് വിളമ്പുക. വിളക്കിൻ്റെ അവിടെ സദ്യയൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ദീപുവിനുള്ള സദ്യ കൊടുത്തു. അവൾക്ക് ഭക്ഷണം കൊടുത്ത് അവളുടെ വയറൊക്കെ ഒന്ന് ഫുള്ളാക്കി കഴിഞ്ഞാൽ നമുക്ക് സദ്യ സ്ലോ ആയിട്ട് കഴിച്ചാൽ മതി. നമ്മൾ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞെങ്കിലും നമ്മളുടെ ആദ്യത്തെ ഓണാട്ടോ ഈ വീട്ടിൽ. നമ്മളെപ്പോഴും ഓണസമയമാകുമ്പോൾ നാട്ടിൽ പോവും. പക്ഷേ ഇപ്രാവശ്യം അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ നമ്മുടെ ബാംഗ്ലൂർ വീട്ടിൽ തന്നെ നടത്താമെന്ന്. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഒഫീഷ്യലി നമ്മൾ ഓണ സെലിബ്രേഷൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. അതിനുശേഷം കിച്ചൺ ഒന്ന് ക്ലീനാക്കി ക്ലോസ് ചെയ്തു. അത് നമ്മൾ എല്ലാവരും കൂടി ഒരു മൂവി കാണാനിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ.